ഹേ മാർക്സ് എന്ന് ഉച്ചത്തിൽ വിളിച്ച് കാൾ മാർക്സിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് പടമെടുക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ നമുക്കൊന്ന് കാണാം. മാർക്സിനെ ജീവനോടെ കാണാൻ അവസരം കിട്ടിയാൽ എന്തൊക്കെയാവും ചോദിക്കുകയെന്ന് റിപ്പോർട്ടറോട് പറഞ്ഞുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന വി ജോയിയെയും കാണാം. സമ്മേളന നടപടികൾ കഴിഞ്ഞാൽ കാൾ മാർക്സിനോടൊപ്പം സമയം ചെലവഴിക്കുകയാണ് പാർട്ടി നേതാക്കൾ. ആശയക്കുഴപ്പമുണ്ടായോ? ആശയക്കുഴപ്പം വേണ്ട. ഇത് ഒറിജിനൽ കാൾ മാർക്സ് അല്ല, ഇത് കാൾ മാർക്സിന്റെ രൂപമാണ്. എവിടെ? പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ. എന്താണ് സംഭവം എന്ന് നോക്കി വരാം. സമ്മേളന നഗരിയിലെ പ്രധാന ആകർഷണമാണ് ഞാനിരിക്കുന്ന സ്ഥലം. കാറൽ മാർക്സ് തൊട്ടപ്പുറത്തിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ വരെ ഇവിടെ വന്ന് ഇരുന്ന് പടമെടുത്ത് മാർക്സിനോട് സംസാരിച്ച് ഈ പടത്തിന് ഒരു ജീവനുണ്ട് എന്ന ഫീല് പല നേതാക്കളും പറയുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഇടി പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വന്ന് ഇവിടെ നിന്ന് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. ഒപ്പം മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആളുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതലായി ഇവിടെ എത്തുന്നത്. ഇന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മുൻ മന്ത്രിമാരടക്കമുള്ള പാർട്ടി സെക്രട്ടറിമാരടക്കമുള്ള ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ള സഖാക്കൾ എത്തി പടമെടുക്കുന്നത്. അതിൻ്റെ ഒരു തിരക്ക് പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നിലുണ്ട്. സമ്മേളന നഗരിയിലേക്ക് കയറുന്നതിന് മുമ്പും ഇറങ്ങി വരുമ്പോഴുമൊക്കെയാണ് ആളുകൾ ഫോട്ടോ എടുക്കാനുള്ള സമയം കണ്ടെത്തുന്നത്. സമ്മേളന നഗരിയിൽ മാർക്സിനെ കാണാൻ നേതാക്കളുടെ ഇടിയാണ്. കടകംപള്ളി സഭ കയറിയപ്പോൾ എന്തോ സംസാരിക്കുന്ന കേട്ടല്ലോ. അല്ല, ഇതൊരു അപൂർവമായിട്ടുള്ള അനുഭവമല്ലേ. സത്യത്തിൽ വളരെ മനോഹരമായിരിക്കും. ജീവനുള്ള കാറൽ മാർക്സിനെ പോലെ ഇരിക്കുന്നു. ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും വളരെ നന്നായിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിക്കുന്ന നമ്മുടെ ഒരു സങ്കല്പനം യഥാർത്ഥത്തിൽ അപ്പടി അങ്ങോട്ട് പകർത്തി വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. മാർക്സിനോട് നമ്മൾ മിക്കവാറുമൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. എന്താ പറയുക, വളരെ സ്വകാര്യമായിട്ട് മാർക്സിനോട് സംസാരിക്കാറുണ്ട്. അത്തരം ഒരു സംസാരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇപ്പോൾ മാർക്സിനോട് സംസാരിക്കുകയായിരുന്നു. ലോകമാകെ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. ഈ പടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ജീവൻ തുടിച്ചു നിൽക്കുന്ന ഒരു പടമാണ് മാർക്സിൻ്റെ ഈ പടം. അപ്പോൾ അടുത്തൊന്ന് ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ആ പോരാട്ടത്തിലേക്ക് ലോക ജനതയെ, തൊഴിലാളി വർഗത്തെ നയിച്ച മഹാനായ മാർക്സിൻ്റെ മുമ്പിൽ ഇരിക്കുക, അല്ലെങ്കിൽ അടുത്ത് സമീപത്തിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. നേതാക്കളുടെ സംസാരം കേട്ടിട്ട് ഇനി മുതൽ കേരളത്തിൽ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ഇത്തരം കാറൽ മാർക്സുമാർ ഒരു ട്രെൻഡായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, മധുര.